നമ്മൾ ഈ വീഡിയോയ്ക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിനകത്തുള്ള ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയയാണ്. സോ കോസ്റ്റിംഗ് ആണെങ്കിലും അക്കൗണ്ട്സ് ആണെങ്കിലും പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അക്കൗണ്ട്സ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ പ്രോസസ് എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ആ പ്രോസസ്സിനകത്തോട്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എന്നതിന് ശേഷം മാത്രം അതിന്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അക്കൗണ്ട്സ് ആണെങ്കിൽ അതിന്റെ ജേണൽ എൻട്രീസോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, നമ്മൾ മിസ്റ്റർ എക്സിനോ മിസ്റ്റർ വൈക്കോ വേണ്ടിയിട്ട് കോസ്റ്റിംഗ് പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം. ദാറ്റ് മീൻസ് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബ്ലത്തിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെയാണെന്ന് നമ്മൾ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. ജോബ് കോസ്റ്റിംഗ് എന്താണെന്ന് പറയാം. ദാറ്റ് മീൻസ് ഇപ്പൊ ഒരു വലിയ മാനുഫാക്ചറിംഗ് ഫേം ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഭയങ്കര വലുതായിട്ടുള്ള മാനുഫാക്ചറിംഗ് ഫേം ആണെന്ന് വിചാരിക്കുക. ഇവർ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ ഓരോ പ്രൊഡക്റ്റിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് കാൽക്കുലേഷൻസ് ഒന്നുമില്ല. മനസ്സിലായി? ഇപ്പൊ ഒരു മൊബൈൽ ഫോൺസ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക. അവർ പല ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സുകൾ മാർക്കറ്റിലോട്ട് ഇറക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും ഫിനിഷിംഗ് പ്രോസസ്സിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ പലതും പല പ്രൊഡക്റ്റ് ആയി. ഞാൻ എക്സാമ്പിൾ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സോ ABC ലിമിറ്റഡ് മൊബൈൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. അവർ ഒരു വർഷം 10 ടൈപ്പ് ഓഫ് മൊബൈൽസ് ആണ് ഇറക്കുന്നത്. ഈ 10 നമ്മളുടെ ഏക വ്യത്യാസം എന്ന് പറയുന്നത് ഫിനിഷിംഗ് സ്റ്റേജിനകത്തുള്ള ചെറിയ വ്യത്യാസങ്ങളാണ്. സോ അവിടെ ABC ലിമിറ്റഡ് ഒരു കാര്യം തീരുമാനിക്കണമെന്ന് അറിയാമോ? അങ്ങനെ ഓരോ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് ഒന്നും നമ്മൾ കണക്കാക്കുന്നില്ല. ആ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റുകൾ അല്ലെങ്കിൽ ഈ 10 പ്രൊഡക്റ്റിന്റെ വേണ്ടിയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കുന്നു, നമ്മൾ വിൽക്കുന്നു. ആദ്യത്തെ വർഷം പ്രോഫിറ്റ് ആയിരുന്നു, രണ്ടാമത്തെ വർഷം പ്രോഫിറ്റ് ആയിരുന്നു. പയ്യനെ ഈ പ്രോഫിറ്റിന്റെ അളവ് വളരെയധികം കുറഞ്ഞു. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കമ്പനി ഒരു ഇന്റേണൽ മീറ്റിംഗ്, ഒരു മാനേജ്മെന്റ് മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിച്ചു ഈ പ്രോസസ്സ് വേണ്ട. കാരണം ഏതൊക്കെയോ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ സെയിൽ ആവുന്നില്ല, അല്ലെങ്കിൽ ഏതൊക്കെയോ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ മാനുഫാക്ചറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പ്രോഫിറ്റിനകത്ത് കുറവ് വരുന്നത്, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മാനേജ്മെന്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രൊഡക്റ്റിനെയും സെപ്പറേറ്റ് കോസ്റ്റ് സെന്റർ ആക്കുക. കോസ്റ്റ് സെന്റർ അറിയുമല്ലോ, അല്ലെ? കോസ്റ്റ് സെന്റർ എന്ന് വെച്ചാൽ എന്താ? എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണോ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. നേരത്തെ 10 മൊബൈൽസും കൂടെ ചേർന്നതായിരുന്നു ഒരു കോസ്റ്റ് സെന്റർ എങ്കിൽ ഇവിടെ അത് മാറി 10 മൊബൈൽസും 10 ഡിഫറെന്റ് കോസ്റ്റ് സെന്ററുകളായി, അല്ലെ? സോ അവിടെ പുതിയ പ്രശ്നങ്ങൾ വരുന്നത്. ഓരോ കോസ്റ്റ് സെന്ററിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നു, കോസ്റ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്? ഓരോന്നും എഫക്റ്റീവ് ആണോ, ഓരോന്നും പ്രോഫിറ്റബിൾ ആണോ, ഓരോന്നും പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ പ്രോസസ്സിന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നത്. സോ ഇതാണ് നമ്മുടെ ജോബ് കോസ്റ്റിംഗിന്റെ ഒരു ബേസ്. അതായത് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വലിയ മാനുഫാക്ചറിംഗ് ഫേംസ് ആണെങ്കിലോ, അതല്ലെങ്കിൽ ഈ പറയുന്ന സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ചെറിയ ചെറിയ ബാച്ചുകളാണെങ്കിലോ, ഇവർക്ക് ഓരോ ബാച്ചിന്റെയും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യണേ? ഈ പറയുന്ന ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യണം. ഈ പറയുന്ന പോലെ പ്രൊഡക്റ്റ് മാത്രമല്ല കേട്ടോ, പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ആവും. അതായത് ഒരു വർഷം ഒരു 1 ലക്ഷം യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത് ഒരു വർഷം. അത് നമ്മളൊരു 15-20 ബാച്ചുകളായിട്ട് കുറെ എണ്ണം നമ്മൾ വിദേശത്തോട്ട് കൊടുത്തു വിടുന്നുണ്ട്, കുറെ എണ്ണം നമ്മുടെ ഹോം മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ബാച്ചുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായി? സോ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനെയും ഓരോ ജോബിനെയും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സിറ്റുവേഷൻ മനസ്സിലായി? അവിടെ ആ ജോബ് എന്ന് പറയുന്ന സാധനം എന്ത് വേണമെങ്കിലും ആവും. നമ്മുടെ ഇതിനകത്ത് നമ്മുടെ മാനുഫാക്ചറിംഗിനകത്തോ പ്രൊഡക്ഷൻസിനകത്തോ സർവീസിനകത്തോ കയറി വരുന്നോ. ഇനി നമ്മുടെ ഏത് പറയാനും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് CMA ഇന്റർ ഉണ്ട്, ഫൈനൽ ഉണ്ട്, ഫൗണ്ടേഷൻ ആണ്, അല്ലെ? നമ്മുടെ ടോട്ടൽ എത്രയാണ് നമ്മുടെ കോസ്റ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഓരോ ബാച്ചിനും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിനും, ബാച്ച് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓരോ ക്ലാസ്സിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ജോബ് എന്ന് പറയുന്നത്, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അവിടെ ഓരോ കോസ്റ്റ് സെന്ററിന്റെയും, ആ ടേം ഇമ്പോർട്ടന്റ് ആണ്, കോസ്റ്റ് സെന്റർ, ഓരോ കോസ്റ്റ് സെന്ററിന്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം? കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. കോസ്റ്റിംഗിന്റെ ബേസ് എന്താ? നിങ്ങളൊന്ന് ആലോചിക്കുക.
കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ബേസ് ഉണ്ട്. കോസ്റ്റിന്റെ കാൽക്കുലേഷൻ ആണ് അല്ലെ. അതായത് ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ്, ഒരു കോസ്റ്റ് യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് അതിന്റെ ബേസ്. ഈ സബ്ജക്റ്റിന്റെ ബേസ് തന്നെയാണ്. സോ ഇവിടെ കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത് ഒരു ജോബാണ്. ആ ജോബിന്റെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ നേരത്ത് സാധാരണ രീതിയിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ? ദാറ്റ് മീൻസ് ഇതൊരു ഈ പറഞ്ഞതുപോലെ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിക്ക് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഈ പ്രൊഡക്റ്റിനെ എല്ലാം പലതരത്തിലുള്ള ജോബായിട്ട് തരംതിരിച്ചു. ഇതിനകത്ത് ഒരു ജോബ് നമ്പർ 36 ചുമ്മാ ഇരുന്നത് ജോബ് നമ്പർ 36 ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഈ ജോബ് നമ്പർ 36-നകത്ത് നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ പോകുന്നത് 1000 യൂണിറ്റ്സ് ആണ്. ജോബ് നമ്പർ 36-നകത്ത് നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ പോകുന്നത് 1000 യൂണിറ്റ്സ് ആണ് എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ. സോ ഒരു പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് നോർമലി വരുന്ന 3 ഐറ്റംസ് ഏതൊക്കെയായിരിക്കും? ഒന്ന് മെറ്റീരിയൽ ആയിരിക്കും, പിന്നൊന്ന് ലേബർ ആയിരിക്കും, പിന്നൊന്ന് ഓവർഹെഡ്സ് ആയിരിക്കും അല്ലെ. നോർമലി വരുന്ന 3 സാധനങ്ങൾ. ഓവർഹെഡ്സ് മീൻസ് ടോട്ടൽ ആയിട്ട് മെറ്റീരിയൽ, ലേബർ ഒഴികെ ബാക്കിയെല്ലാം കയറി വരുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളുടെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് കയറി വരുന്ന എക്സ്പെൻസുകളുടെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ജോബുമായിട്ട് കയറി വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഓരോ ജോബിനകത്തും ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും ലേബറും എത്രയാണെന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിൽ നിന്ന് ട്രേസ് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഓവർഹെഡ്സ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. മനസ്സിലായി? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ABC ലിമിറ്റഡ് 1,00,000 യൂണിറ്റ് ആണ് കഴിഞ്ഞ ടേമിൽ പ്രൊഡക്ഷൻ നടത്തിയത്. 1,00,000 യൂണിറ്റ്സ്. ആ 1,00,000 യൂണിറ്റ്സിനകത്ത് ജോബ് നമ്പർ 36 എന്ന് പറയുന്ന സാധനം ജോബ് നമ്പർ 36 എന്ന് പറയുന്ന സാധനം 1000 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി മാത്രമാണ്. സോ നമുക്കിവിടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,00,000ന്റെ അല്ല വേണ്ടത്, നമുക്ക് ഈ ജോബിന്റെ മാത്രമാണ് വേണ്ടത്. അതായത് ഈ 1000 യൂണിറ്റിന്റെ മാത്രമാണ് വേണ്ടത്. സോ അവിടെ വരുമ്പോൾ ഒരു പ്രശ്നം ഇതാണ്. എന്തായിരുന്നു? അതായത് മെറ്റീരിയൽ 1000 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. എത്ര രൂപ റോ മെറ്റീരിയൽ വാങ്ങിക്കണം എന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ 1000 യൂണിറ്റിനെ ഫിനിഷിംഗ് പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വരുന്ന ലേബറും എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഓവർഹെഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ചുമ്മാ ഒരു ഓവർഹെഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പറ്റില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ടോട്ടൽ ഓവർഹെഡ്സിനെ ഏതിലോട്ട് ചാർജ് ചെയ്ത് കൊടുക്കണം? ഈ ജോബിലോട്ട് ചാർജ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ബേസിനകത്ത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ എങ്ങനെയായിരിക്കും? അതായത് ഓരോ ക്ലാസ്സിനകത്ത് കയറുന്ന ടീച്ചേഴ്സിന്റെ ഫാക്കൽറ്റി എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഓരോ ദിവസവും ഓരോ ക്ലാസ്സിനകത്ത് കയറുന്ന ടീച്ചേഴ്സിന് എത്രയാണ് ശമ്പളം കൊടുക്കുന്നത്, അവരുടെ സാലറി എത്രയാണ്, നമുക്ക് അത് അറിയാൻ പറ്റും. ദാറ്റ് മീൻസ് അതൊരു ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ആ ജോബിലോട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ റിസപ്ഷനിസ്റ്റിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് തന്നെയാണ് അല്ലെ. ആ കോസ്റ്റ് ഇപ്പോൾ റിസപ്ഷനിസ്റ്റിന്റെ സാലറി ഒരു 20,000 റുപ്പീസ് ആണെന്ന് എക്സ്പെക്ട് ചെയ്യുക. അവിടെ മൂന്ന് ജോബുകളാണുള്ളത്. ഇന്റർ, ഫൈനൽ, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ 3 ജോബുകളാണുള്ളത് എന്ന് വിചാരിക്കുക. സോ നോക്കി, ഈ 20,000 കൊടുത്ത ഈ എക്സ്പെൻസിനെ ഇവർക്ക് 3 പേർക്ക് ചാർജ് ചെയ്ത് കൊടുക്കണം വേണ്ടേ? ഞാനത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബേസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ഇത് തന്നെ ആ ഫാക്ടറിക്കകത്ത് പറഞ്ഞേ, ആ ഫാക്ടറിക്കകത്ത് 1,00,000 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. ആ 1,00,000 യൂണിറ്റ്സിനകത്ത് 1000 യൂണിറ്റ്സ് എന്ന് പറയുന്നതാണ് ഒരു ജോബ്. ആ ജോബിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും ലേബറും എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ആ 1000 യൂണിറ്റ്സിന്റെ ഓവർഹെഡ്സ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇങ്ങനെ പറയുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കോസ്റ്റ് ഡ്രൈവർ വെച്ച് ആ കോസ്റ്റിനെ ഏതിലോട്ട് ചാർജ് ചെയ്ത് കൊടുക്കാം? ഈ കോസ്റ്റ് സെന്ററിലോട്ട് ചാർജ് ചെയ്ത് കൊടുക്കാം. ദാറ്റ് മീൻസ് ഈ ജോബിലോട്ട് ചാർജ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയായിരുന്നു? ആ ടോട്ടൽ ഓവർഹെഡ്സിനെ ഇവിടെ പറയുവാണെങ്കിൽ 1,00,000. ഓക്കെ, 1,00,000 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ നടത്തിയത്. ഞാൻ പിന്നെ എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞുതരാം. 1,00,000 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ 2,00,000 രൂപയുടെ ഓവർഹെഡ്സ് വന്നു. 1,00,000 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്താൻ 2,00,000 രൂപയുടെ ഓവർഹെഡ്സ് നമുക്ക് വന്നു. ഇതിനകത്ത് നോക്കി, ഈ ജോബിന് മെറ്റീരിയൽ ഒരു 20,000 റുപ്പീസിന്റെ മെറ്റീരിയൽ ആയി. 1000 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ ഒരു 30,000 റുപ്പീസിന്റെ ലേബർ ആയി. അങ്ങനെ ടോട്ടൽ 50,000 റുപ്പീസ് നമുക്ക് എന്ത് സംഭവിച്ചു? 1000 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ആയി. മനസ്സിലാവുന്ന പറയുന്ന കാര്യങ്ങൾ.
ഇനി ഓവർഹെഡ്സ് കൂടെ അറിയണം. ഓവർഹെഡ്സ് ടോട്ടൽ 2 ലക്ഷം അല്ലെ? ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ടോട്ടൽ 2 ലക്ഷം. അത് എത്ര യൂണിറ്റ്സിന്റെ? ഈ പറയുന്ന 1000 യൂണിറ്റ്സിന്റെ അല്ല, അത് ABC വെച്ചിട്ടുണ്ട്. അതായത് ആ 1 ലക്ഷം യൂണിറ്റ്സിന്റെ ആണ് 2 ലക്ഷം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ നമുക്ക് ഏതിന്റെ മാത്രം കാൽക്കുലേറ്റ് ചെയ്യണം? 1000ന്റെ മാത്രം കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഈ പറയുന്ന ജോബ് എന്ന് പറയുന്ന കോസ്റ്റ് സെന്ററിലോട്ട് ഈ പറയുന്ന ഓവർഹെഡിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോസ്റ്റ് ഡ്രൈവർ യൂസ് ചെയ്യണം. റിട്ടേൺ കോസ്റ്റ് ഡ്രൈവർ മീൻസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ അതിനെ ആ പർട്ടിക്കുലർ ജോബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇറ്റ്സ് കോൾഡ് കോസ്റ്റ് ഡ്രൈവർ. മനസ്സിലായി? എന്തിന്റെ ബേസിലാണോ നമ്മൾ ഈ പറയുന്ന കോസ്റ്റിനെ ഇതിലോട്ട് ചാർജ് ചെയ്യുന്നത്, ഇറ്റ്സ് കോൾഡ് കോസ്റ്റ് ഡ്രൈവർ. ഇവിടെ നമ്മുടെ കോസ്റ്റ് ഡ്രൈവർ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഈ 2 ലക്ഷത്തിന് ഇതിലോട്ട് ചാർജ് ചെയ്യുന്ന കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ടോട്ടൽ ഓവർഹെഡ്സ് 2 ലക്ഷം രൂപയാണ് അല്ലെ? അത് എത്ര യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു? 1 ലക്ഷം യൂണിറ്റ്സ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ടോട്ടൽ 2 ലക്ഷമാണ്, അത് 1 ലക്ഷം യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എത്ര മാത്രമേ ഉള്ളൂ? നമ്മുടെ ജോബ് എന്ന് പറയുന്നത് 1000 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ 2 lakh divided by 1 lakh, 2 രൂപ വരും. 1000 into 2 എത്ര വരും? 2000 rupees. മനസ്സിലായോ? സോ ഇവിടെ ഓവർഹെഡ്സ് ആയിട്ട് നമുക്ക് എത്ര രൂപ എഴുതാം? 2000 rupees എഴുതാം. ടോട്ടൽ കോസ്റ്റ് ആയിട്ട് നമുക്ക് എത്ര രൂപ വരും? 52,000 വരും. ചെയ്ത കാര്യം മനസ്സിലാക്കാണെന്ന് വിചാരിക്കും. എങ്ങനെയായിരുന്നു ചെയ്ത കാര്യം? എന്തായിരുന്നു? നോക്കി, ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഓവർഹെഡ് എന്ന് പറയുന്നത് ആ ജോബിന്റെ മാത്രം ഇവിടെ അവൈലബിൾ അല്ല. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ടോട്ടൽ ഓവർഹെഡ് എത്രയാണെന്ന് നോക്കുന്നു. ആ ടോട്ടൽ ഓവർഹെഡിനെ ഈ പറയുന്ന ജോബ് എന്ന് പറയുന്ന കോസ്റ്റ് സെന്ററിലോട്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള കോസ്റ്റ് ഡ്രൈവർ വെച്ച് നമ്മൾ ചാർജ് ചെയ്യും. ഈ പറഞ്ഞ എക്സാമ്പിളിനകത്ത് കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. എന്ത് വേണമല്ലോ മനസ്സിലായോ? സോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബേസിന്റെ അടിസ്ഥാനത്തിൽ ഏതിലോട്ട് ചാർജ് ചെയ്ത് കൊടുക്കുന്നു? ഇതിലോട്ട് ചാർജ് ചെയ്ത് കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ജോബ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ ജോബ് കോസ്റ്റ് 52,000 വരും. ജോബ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1052 രൂപ. എക്സാമ്പിൾ മനസ്സിലായി? സോ എന്താണ് ജോബ് കോസ്റ്റിംഗ് എന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന ബൾക്ക് ആയിട്ടുള്ള പ്രൊഡക്ഷന്റെ കോസ്റ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിനേക്കാൾ പകരം നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ജോബുകളായിട്ട് തരംതിരിക്കുന്നു. എന്നിട്ട് ആ ജോബിന്റെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? മെറ്റീരിയലും ലേബറും എത്രയാണെന്ന് നമുക്ക് അറിയാമായിരിക്കും. പക്ഷെ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ ആയിരിക്കും അല്ലെ? അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഓവർഹെഡ്സിനെ ഏതിലോട്ടും കൂടെ ചാർജ് ചെയ്യാം. ഏതെങ്കിലും ഒരു കോസ്റ്റ് ഡ്രൈവർ വെച്ച് ഏതിലോട്ടും കൂടെ ചാർജ് ചെയ്യാം. ഈ പറയുന്ന ജോബിലോട്ടും കൂടെ ചാർജ് ചെയ്യാം. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ മെറ്റീരിയൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കി, a newly appointed cost accountant, you find the selling price of job number 9669. മനസ്സിലായോ? അതായത് ജോബ് നമ്പർ 9669 എന്ന് പറയുന്ന ജോബ് നമ്പറിന്റെ എന്ത് കണ്ടുപിടിക്കണം? സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കി. മെറ്റീരിയൽസ് പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽസ് 12 രൂപ 8 പൈസയാണ് മെറ്റീരിയൽസ് പെർ യൂണിറ്റ്. മനസ്സിലായോ? ഇനി പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് വേജസ് ആണ്. ഡയറക്റ്റ് വേജസ് കൊടുത്തിരിക്കുന്നത് 22 അവേഴ്സിലാണ്. ഓരോ മണിക്കൂറിനും 25 പൈസ വെച്ചിട്ടാണ് പറയുന്നത്. ഈ 22 അവേഴ്സിന്റെ സ്പ്ലിറ്റ് ഓഫ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നോക്കി. അതായത് എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ 10 മണിക്കൂർ, ബി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ 4 മണിക്കൂർ, സി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ 8 മണിക്കൂർ. അങ്ങനെയാണ് ടോട്ടൽ 22 അവേഴ്സ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽ ടു ഫിനിഷിനെ കുറിച്ച് ആവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന 3 ഡിപ്പാർട്ട്മെന്റിലോട്ട് ചേർക്കണം. മനസ്സിലായോ? അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും 10, 4, 8 അങ്ങനെ മണിക്കൂർ വെച്ച് ടോട്ടൽ 22 മണിക്കൂറുണ്ട്. ഓരോ മണിക്കൂറിനും എത്ര വെച്ച് ചാർജ് ചെയ്യണം? 25 പൈസ വെച്ച് ചാർജ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ ലേബർ എത്ര വരും? 5.50 വരും. സോ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? പ്രൈം കോസ്റ്റ് 7.5. മെറ്റീരിയൽ പ്ലസ് ലേബർ പ്രൈം കോസ്റ്റ് ആണ്. പ്രൈം കോസ്റ്റ് എത്ര വരും? 17.5 വരും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പ്ലസ് 33% ഓൺ പ്രൈം കോസ്റ്റ്. ഇതിന്റെ പ്രൈം കോസ്റ്റ്
5.86 ആണ്. പ്രൈം കോസ്റ്റ് അല്ല, പ്രൈം കോസ്റ്റിന്റെ കൂടെ 33% ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആഡ് ചെയ്യുമ്പോൾ നോക്കി നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. 23.44 എന്ന് പറയുന്ന സാധനം കിട്ടും. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഡീറ്റെയിൽസ് നോക്കി. നമുക്ക് മെറ്റീരിയൽ വേജസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രോബ്ലം നോക്കുന്ന നേരത്ത് അനാലിസിസ് ഓഫ് ദ പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് ദ ഫോളോയിങ്. എന്തൊക്കെയാണ്? മെറ്റീരിയൽ യൂസ്ഡ് 77,500 ആണ്. മനസ്സിലായി? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കമ്പനിയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ തന്നിരിക്കണേ. ഈ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസിനകത്ത് ഏതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്? ഈ ജോബിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പക്ഷെ താഴെ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ആ ജോബിന്റെ മാത്രമല്ല, ഏതിലേക്ക് കൂടെയാ? ആ കമ്പനിയുടെ ടോട്ടൽ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കമ്പനി ടോട്ടൽ ആയിട്ട് 77,500 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ് ആയിട്ട് എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലോട്ട് 5,000, ബിയില് 6,000, സിയില് 4,000 രൂപയും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫാക്ടറി ഓവർഹെഡ്സ് ആയിട്ട് എത്രയൊക്കെ വരും നോക്കി. എയില് 2,500, ബിയില് 4,000, സിയില് 1,000. സെല്ലിംഗ് കോസ്റ്റ് ആയിട്ട് എത്ര വരും? 30,000 rupees വരും. സോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന P&L അക്കൗണ്ട് എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ ആണ്. പക്ഷെ നമുക്ക് അതിനകത്ത് ജോബ് നമ്പർ 9669 എന്ന് പറയുന്നതിന്റെ മാത്രമായിട്ട് കണ്ടുപിടിക്കും. അതിന്റെ മെറ്റീരിയൽ ലേബറും എത്രയാണെന്ന് തന്നിട്ടുണ്ട്. പക്ഷെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിയപ്പോൾ അതിന് മെറ്റീരിയൽ ലേബർ മാത്രമല്ല, ഏതും കൂടെ കിടപ്പുണ്ട്, ഓവർഹെഡ്സ് കൂടെ കിടപ്പുണ്ട്. സോ ആ ഓവർഹെഡ്സിനെ കൂടെ ഏതിലോട്ട് ചാർജ് ചെയ്യണം? ഏതെങ്കിലും ഒരു കോസ്റ്റ് ഡ്രൈവർ വെച്ച് ആ ജോബിലോട്ട് ചാർജ് ചെയ്യണം. നോക്കാം. ഇതൊന്ന് എഴുതിയെടുത്താൽ എനിക്ക് പെട്ടെന്ന് അപ്പുറം പ്രോബ്ലം ചെയ്യാമോ, അല്ലെങ്കിൽ ഒന്ന് മനസ്സിൽ വെച്ചാലും മതി. എങ്ങനെയായിരുന്നു? ടോട്ടൽ ഡയറക്റ്റ് വേജസ് 5,000, 6,000, 4,000. ഈ പറയുന്ന എമൗണ്ട് ഫാക്ടറി ഓവർഹെഡ്സിന്റെ എമൗണ്ട് ചെയ്യുന്നുണ്ടോ? നോക്കി, ഡയറക്റ്റ് വേജസ് ആയിട്ട് എ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റില് 2,500, ബിയിൽ 4,000, സിയിൽ 1,000. ഫാക്ടറി ഓവർഹെഡ്സ് എത്രയൊക്കെയായിരുന്നു? 20,000, 24,000, 60,000 അല്ലെ? തന്നിരിക്കുന്ന ഡീറ്റെയിലിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാണ്. ഫാക്ടറി ഓവർഹെഡ്സ് ആണ് 2,500. ഫാക്ടറി ഓവർഹെഡ്സ് ഇത്രയൊക്കെ വന്നിരിക്കുന്നത് 2,500, 4,000, 1,000. ഇനി പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് ലേബർ അവേഴ്സ് എത്രയൊക്കെ ആയിരിക്കാം? 20,000, 24,000, 16,000 അല്ലെ? അതെങ്ങനെ പറഞ്ഞേ? ഒരു മണിക്കൂറിന് എത്ര രൂപയാണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറിന് എത്ര വെച്ചിട്ടാണ്? 25 പൈസ വെച്ചിട്ടാണ് ഒരു മണിക്കൂറിന്റെ ലേബർ ചാർജ് നമ്മൾ പറഞ്ഞത്. കുറച്ച് കൺഫ്യൂഷൻ ആണ്, ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. ഒരു മണിക്കൂറിന് 25 പൈസ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു മണിക്കൂറിന്. സോ 2,500 രൂപ കൊടുക്കണമെങ്കിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടോ? ചില കാര്യം മനസ്സിലായോ? ഒരു മണിക്കൂറിന് 25 പൈസയാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കണേ? ചാർജ് ആയിട്ട് കൊടുക്കണേ. അങ്ങനെ ഇവിടെ 2,500 രൂപ ഫാക്ടറി ഓവർഹെഡ്സ് കൊടുക്കണമെങ്കിൽ എത്ര വരും? 2,500 ഡിവൈഡ് ബൈ 0.25 എത്ര വരും? 20,000 hours വർക്ക് ചെയ്യും. That means കഴിഞ്ഞ വർഷം നമ്മുടെ കമ്പനി ടോട്ടൽ ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് എയില് എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്? 20,000 hours വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഡിപ്പാർട്ട്മെന്റ് ബിയിലോട്ട് കിടക്കുകയാണെങ്കിലോ അവിടെ 4,000 rupees ആണ് നമ്മൾ വേജസ് കൊടുത്തിരിക്കുന്നത്. ആണോ? ആ 4,000 rupees വേജസ് കൊടുക്കണമെങ്കിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം? 24,000 മണിക്കൂർ വർക്ക് ചെയ്യണം. ഒന്ന് നോക്കിയാൽ മതി. 24,000 into 0.25 അല്ലെ? 25 പൈസ. സോ 24,000 into 0.25 4,000 വരും. സിറ്റുവേഷൻ മനസ്സിലായി? അടുത്ത ഇനത്തും അതേപോലെ തന്നെ 16,000 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റു 0.25 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 1,000 rupees വരും. ഇനി ഫാക്ടറി ഓവർഹെഡ് റേറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഓരോ മണിക്കൂറിനും എത്ര രൂപ വെച്ച് അയക്കാം എന്നാണ് നോക്കിയിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് എയില് ഫാക്ടറി ഓവർഹെഡ്സ് എന്ന രീതിയിൽ ഒരു മണിക്കൂറിന് എത്ര വെച്ച് വരും? 0.125 വരും. ഡിപ്പാർട്ട്മെന്റ് ബിയില് 0.167 വരും. ഡിപ്പാർട്ട്മെന്റ് സിയില് 0.063 വരും. നമ്മൾ ഇത് എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചോക്കെ, ഒരു ജോബ് നമുക്ക് ഇപ്പോഴും പെൻഡിങ് കിടപ്പുണ്ട് അല്ലെ? 9669 എന്ന് പറയുന്ന ജോബ് ഇപ്പോഴും പെൻഡിങ് കിടപ്പുണ്ട്. അതിന്റെ മെറ്റീരിയൽ ലേബർ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഫാക്ടറി ഓവർഹെഡ് എടുത്തിട്ടില്ല. സോ ഫാക്ടറി ഓവർഹെഡ് എടുത്തപ്പോ
ഫാക്ടറി ഓവർഹെഡ് കമ്പനിയുടെ മൊത്തം എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി 2500, 4000, 1000 ആണ് പറഞ്ഞത് അല്ലെ. ഈ ഫാക്ടറി ഓവർഹെഡിന്റെ ഒരു പോർഷൻ ആർക്കും കൂടെ കൊടുക്കണം, നമ്മുടെ ഈ പറയുന്ന ജോബിന് കൂടെ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആകെ അറിയാവുന്ന ക്ലൂ ആ ജോബില് എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് അറിയാവൂ. എങ്ങനെയാ? എയിൽ 10 മണിക്കൂറുണ്ട്, ബിയിൽ 4 മണിക്കൂറുണ്ട്, സിയിൽ 8 മണിക്കൂറാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ചെയ്ത മനസ്സിലായോ? എങ്ങനെയാണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്രയൊക്കെ മണിക്കൂർ വെച്ചിട്ടാണ് ആ ജോബിൽ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയണം. ഇവിടെ ഇപ്പുറത്തോട്ട് വരുമ്പോ നോക്കി, ടോട്ടൽ 20,000 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്, 24,000 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്, 16,000 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എന്ന് വെച്ചാൽ ഫാക്ടറി ഓവർഹെഡിനെ എങ്ങനെ അബ്സോർബ് ചെയ്യുന്നത്? ഒരു മണിക്കൂറിന് 0.25 വെച്ച് ഡിപ്പാർട്ട്മെന്റ് എ, ഡിപ്പാർട്ട്മെന്റ് ബിയില് ഒരു മണിക്കൂറിന് 0.167 വെച്ച്, ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സിയില് ഒരു മണിക്കൂറിന് 0.063 വെച്ച്. ഒരു മണിക്കൂറിന്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം, കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എയിലും ബിയിലും സിയിലും നമ്മുടെ ജോബ് എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇല്ലേ? നോക്കി എങ്ങനെയാ? മെറ്റീരിയൽ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 12.08. ഡയറക്റ്റ് വേജസും പ്രോബ്ലത്തിനകത്ത് അവൈലബിൾ ആണ്. എത്രയായിരിക്കും? ടോട്ടൽ 5.50 ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഓരോന്നിനകത്തും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. മെറ്റീരിയലും വരും, ലേബറും വരും. ഇനി നമുക്ക് അറിയേണ്ടത് ഓവർഹെഡ്സിനെ കുറിച്ചാണ്. ഓവർഹെഡ്സ് ഡിപ്പാർട്ട്മെന്റ് എയില് എത്രയാണ്? ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എത്രയാണ്? 0.125. അതായത് ഡിപ്പാർട്ട്മെന്റ് എയില് ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ ഫാക്ടറി ഓവർഹെഡ് 0.125 വരും. നമ്മുടെ ജോബ് എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തിരിക്കുന്നത്? 10 മണിക്കൂറാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പ്രവർത്തനത്തിൽ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? 10 hours. സോ എത്ര വരും? 10 hours into ഓരോ മണിക്കൂറിന് 0.125 വെച്ച് ₹1.25 വരും. ആൻഡ് സെക്കൻഡ് വൺ 4 hours ആണ് ഡിപ്പാർട്ട്മെന്റ് ബിയില്, ഓരോ മണിക്കൂറിന് 0.167 വെച്ച് 0.67 വരും. ആൻഡ് തേർഡ് വൺ 8 hours ആണ്, ഓരോ മണിക്കൂറിന് 0.063 വെച്ച് 0.50 വരും. ദാറ്റ് മീൻസ് ഓവർഹെഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? അതായത് ഈ പറയുന്ന മെറ്റീരിയലും പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്, ലേബർ പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്, ഫാക്ടറി ഓവർഹെഡ് കമ്പനിയുടെ ടോട്ടൽ ആണ് തന്നിരിക്കുന്നത്. ആ കമ്പനിയുടെ ടോട്ടലിൽ നിന്ന് നമ്മൾ ആ ജോബിലോട്ട് എത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തേ? ആ ഓവർഹെഡ്സിനെ നമ്മുടെ ലേബർ അവേഴ്സിന്റെ അടിസ്ഥാനത്തിൽ വീതിച്ചു. അപ്പം ഓരോ മണിക്കൂറിനും എത്ര രൂപ വെച്ചിട്ടാണ് ഫാക്ടറി ഓവർഹെഡ് ചാർജ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലായി. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ആ റേറ്റിൽ നമ്മൾ ആ ജോബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായി? സോ നോക്കി, ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 20 വരും അല്ലെ? ഇനി നമ്മളോട് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് 30% എന്താ ആഡ് ചെയ്യണം? സെല്ലിംഗ് കോസ്റ്റ് ആണ് 30% ആഡ് ചെയ്യണം. അവിടെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, എന്നാലും സെല്ലിംഗ് കോസ്റ്റ് 30% നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര വരും? 6 രൂപ വരും. That means total cost of sales എന്ന് പറയുന്നത് എത്ര വരും? 26,000 രൂപ വരും. സോറി 26 രൂപ വരും. ചെയ്ത മനസ്സിലായി? നോക്കി, ഇവിടെ പ്രോബ്ലത്തിനകത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്ലസ് 33% ഓഫ് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. മനസ്സിലായി? അതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ചെയ്യണേ, നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തേ പറ്റൂ. അതായത് എത്രയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന്. ഇവിടെ നോക്കി, സെല്ലിംഗ് കോസ്റ്റ് 30,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസ് തെറ്റിദ്ധരിക്കുന്നത് ഇതിനെ കുറിച്ചാണ്. അതല്ല, നമ്മുടെ പ്രോബ്ലത്തിനകത്തോട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സെല്ലിംഗ് കോസ്റ്റ് എത്ര വരും? 30,000 വരും. നമ്മളിവിടെ ഏത് മാത്രമേ ചെയ്തിട്ടുള്ളൂ? ഫാക്ടറി ഓവർഹെഡ്സിനെ മാത്രമേ അബ്സോർബ് ചെയ്തിട്ടുള്ളൂ. സെല്ലിംഗ് കോസ്റ്റിനെ അബ്സോർബ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ അതും കൂടെ ഏതിലോട്ട് ചാർജ് ചെയ്ത് കൊടുക്കണം? ആ ജോബിലോട്ട് ചാർജ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ടോട്ടൽ കോസ്റ്റ് നോക്കി. ടോട്ടൽ കോസ്റ്റ് എടുക്കുമ്പോൾ 77,500 പ്ലസ് 2,500, 4,000, 1,000, 5,000, 6,000, 4,000 എല്ലാം കൂടെ എല്ലാ കോസ്റ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. So material used 77,500, direct wages പ്രോബ്ലത്തിൽ തന്ന 5,000, 6,000, 4,000 എല്ലാം കൂടെ ആഡ് ചെയ്തു എത്ര വരും? 15,000 വരും. ഫാക്ടറി ഓവർഹെഡ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തു 7,500 വന്നു. That means total cost എത്ര വന്നു? 1,00,000 രൂപയാണ്. ടോട്ടൽ കോസ്റ്റ് 1,00,000 രൂപ വന്ന സമയത്ത് നമ്മുടെ സെല്ലിംഗ് കോസ്റ്റ് ആണ് എത്ര വരും? 30,000 rupees വരും അല്ലേ?
ഒരിക്കൽ കൂടെ നമ്മൾ ഫാക്ടറി ഓവർഹെഡിനെ മാത്രമേ ഇപ്പൊ അബ്സോർബ് ചെയ്തിട്ടുള്ളൂ. സെല്ലിംഗ് കോസ്റ്റ് ഇപ്പോഴും പെൻഡിങ് കിടക്കണ. ആ സെല്ലിംഗ് കോസ്റ്റിന്റെ 30,000 ഒരു സർട്ടൻ പെർസെന്റേജും കൂടെ ഇതിനോട്ട് കൊടുത്തേ പറ്റൂ, നമ്മുടെ ജോബിലോട്ട് കൊടുത്തേ പറ്റൂ അല്ലെ. സോ നോക്കി 1 ലക്ഷം രൂപ ടോട്ടൽ കോസ്റ്റ് വരുന്ന സമയത്ത് 30,000 രൂപയായിരുന്നു നമ്മുടെ സെല്ലിംഗ് കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ഇവിടെ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 20 രൂപ. അങ്ങനെയാണെങ്കിൽ അതിന്റെ 30%, 6 രൂപയും കൂടെ നമുക്ക് എന്തായിട്ട് ചെയ്യേണ്ടി വരും? സെല്ലിംഗ് കോസ്റ്റ് ആയിട്ട് ആയിരിക്കും വരും. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 26 രൂപ. പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് 10% പ്രോഫിറ്റിന് വേണം ഇത് സെയിൽ ചെയ്യാൻ. പ്രോബ്ലത്തിന്റെ ലാസ്റ്റ് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ 10% കൂടെ ആഡ് ചെയ്യാം. നമുക്ക് എത്ര വരും? സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 28.60 വരും. സോ ചെയ്യുന്ന കാര്യം ജോബ് കോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. മെറ്റീരിയൽ ലേബറും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജോബിലോട്ട് ചാർജ് ചെയ്യാൻ പറ്റും, പക്ഷേ ഓവർഹെഡ്സ് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഈ പ്രോബ്ലത്തിനകത്ത് 2 ഓവർഹെഡ്സുകളെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് ഓവർഹെഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് ഫാക്ടറിയും പിന്നെ ഒന്ന് സെല്ലിംഗ് കോസ്റ്റും. ഫാക്ടറി നമ്മൾ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഫാക്ടറിയിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ലേബർ അവേഴ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. സോ ഫാക്ടറി ഓവർഹെഡ്സിന്റെ എത്ര മണിക്കൂർ വർക്ക് ചെയ്താലാണ് അത്രയും രൂപ റേറ്റ് വരണമെന്ന് നോക്കി, ഓരോ മണിക്കൂറിനും എത്രയാണെന്ന് നോക്കി, എന്നിട്ട് നമ്മുടെ ജോബിലോട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യും. മനസ്സിലായി? പിന്നെ നോക്കിയാൽ സെല്ലിംഗ് കോസ്റ്റ് ആണ്. 1 ലക്ഷം രൂപ ടോട്ടൽ കോസ്റ്റ് വന്ന സമയത്താണ് 30,000 റുപ്പീസ് സെല്ലിംഗ് കോസ്റ്റ് വന്നത്. ദാറ്റ് മീൻസ് 30% വന്നത്. സോ അതേപോലെ തന്നെയാണ് ഇവിടെ 20 രൂപ ടോട്ടൽ കോസ്റ്റ് വന്ന സമയത്ത് നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്തു? അതിന്റെ സെല്ലിംഗ് കോസ്റ്റ് കൂടെ ആഡ് ചെയ്തു. ദാറ്റ് മീൻസ് അതിന്റെ 30% കൂടെ ആഡ് ചെയ്തു. പിന്നെ അതിന്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്തു? പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തു. ചെയ്ത് മനസ്സിലാക്കാം. എല്ലാ പ്രോബ്ലവും ഈ മെത്തേഡിൽ തന്നെയാണ്. നിങ്ങളൊന്ന് ചുമ്മാ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ നോക്കട്ടെ, നമുക്കൊരു ബാക്കിയുള്ള പ്രോബ്ലംസ് കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.